RLV രാമകൃഷ്ണനെ അപമാനിച്ചു എന്ന പേരിൽ സത്യഭാമയ്ക്കെതിരെ ഒരുപാട് പേരാണ് ഇപ്പോൾ വിമർശനവുമായി വരുന്നത്. എന്തിന് പണ്ട് കലാഭവൻ മണിയെയും ഇതേപോലെ പലരും നിറത്തിന്റെ പേരിൽ അപമാനിച്ചിരുന്നു. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇന്ന് മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണനും സംഭവിച്ചിരിക്കുന്നത്. സത്യഭാമ ഒരു നർത്തകിയാണ് അല്ലെങ്കിൽ കലാകാരിയാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ സംവിധായകനായ വിനയൻ പറഞ്ഞിരിക്കുന്നത്. സത്യഭാമ ടീച്ചറെ ശ്രീകൃഷ്ണ ഭഗവാൻ കാക്കക്കറുമ്പനായിരുന്നു. കാർമുകിൽ വർണ്ണന്റെ സൗന്ദര്യത്തെ പാടി പുകഴ്ത്തുന്ന എത്രയോ കൃതികൾ ടീച്ചർ തന്നെ വായിച്ചിട്ടുണ്ടാകും. അസുരന്മാരെ മോഹിപ്പിച്ച് കീഴ്പ്പെടുത്താനായി മോഹിനിയായി വേഷം കെട്ടിയത് തന്നെ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണു ആവട്ടെ സ്ത്രീയല്ല, പുരുഷനാണ്. മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ സാധിക്കൂ, അതുമാത്രമല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ആണുങ്ങൾ വേണം മോഹിനിയാട്ടം കളിക്കാവൂ എന്നൊക്കെയായിരുന്നു സത്യഭാമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തിന് എല്ലാ മാധ്യമങ്ങളും ചുറ്റി നിന്ന് പലതും ചോദിച്ചെങ്കിലും ഇപ്പോഴും താൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് സത്യഭാമ. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഒട്ടേറെ ആളുകളാണ് വിമർശനവുമായി എത്തുന്നത്. നർത്തകിയായ മേതുൽ ദേവികയും ഇക്കൂട്ടത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന കാലം അന്നേ അവസാനിച്ചിരുന്നുവെന്നും പക്ഷേ ഇപ്പോഴും ചിലരുടെ മൈൻഡിൽ അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണ് എന്നാണ് മേതുൽ ദേവിക പറയുന്നത്. മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണമെന്നും സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണമെന്നും സത്യഭാമ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചു.